യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈശ്വര, ഭാവനെ ഞാൻ സംസാരിച്ചല്ല, ആ എസ് ഐ വീഡിയോ എടുത്തല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടീ ഭാവനെ, ഇനി നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. നാളെ നേരം പുലരുന്നത് തന്നെ എനിക്ക് വേണ്ടിയാണ്. നിന്റെ നാവ് കൊണ്ട് തന്നെ ധ്രുവനെ കുഴിച്ചിട്ടത് നീയാണെന്ന് പറയുന്നത് നാളെ പലരും കേൾക്കും. അതോടെ നിന്റെ ജീവിതത്തിനൊരു തീരുമാനവുമാവും. നിനക്കെന്നെ സസ്പെൻഡ് ചെയ്യണം അല്ലേ? പിന്നെ ഞാൻ കാണിച്ചു തരാം. ഹലോ ഹലോ, ഗൂഗിൾ ദാസ് സാറല്ലേ? അതെ, നേരാ. ഞാൻ സാറിന്റെ ഒരു ആരാധകനാ. അതിന് ഞാനെന്ത് വേണം? ഗൂഗിൾ ദാസ് സാറല്ലേ ഇപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് ഐ? എന്നെ സസ്പെൻഡ് ചെയ്യുന്നേ തനിക്കെന്താടോ? താനാരാ? തനിക്കെന്താ വേണ്ടത്? അങ്ങനെ ചൂടാവല്ലേ സാറേ. ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ ഒരു ആരാധകനാണെന്ന്. വച്ചിട്ട് പോടാ. ഹലോ ഹലോ, സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് ഐ ഗോകുൽ ദാസ് സാറല്ലേ? നീ ആരാടാ? നിനക്കൊന്നും വേറെ പണിയില്ലടാ. നിന്റെ നമ്പർ ഞാൻ ട്രേസ് ചെയ്യും. നിന്നെ ഞാൻ അകത്താക്കും. ഞാൻ തൊപ്പി പോയ സാർ എങ്ങനെയാ എന്നെ അകത്താക്കുന്നത്? സാർ ആദ്യം അകത്താവാൻ നോക്ക്, എന്നിട്ടാവാം എന്നെ അകത്താക്കുന്നത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? സാർ എപ്പോഴാ ജോലിക്ക് തിരികെ കയറുന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ജോലിക്ക് കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യട്ടെ, അതിന് നിനക്കെന്താ? സാറ് തെറ്റിദ്ധരിക്കരുത്. സാറ് ജോലി കയറിയിട്ട് വേണം എനിക്ക് സാറിനോടൊപ്പം ഇതേപോലെ ഒന്ന് മദ്യപിക്കാൻ. നീ എവിടെ ഉണ്ട് ഇപ്പോ? നീ എവിടെ ഉണ്ടോ? എവിടാ നീ? ആരാടാ നീ? ഞാൻ പറഞ്ഞില്ലേ സാർ,
ഞാൻ സാറിന്റെ ഒരു ആരാധകനാണെന്ന്. നിനക്കെന്താടാ പേരില്ലേ? പേരിലൊക്കെ എന്തിരിക്കുന്നു സാർ? സാറിനെ സസ്പെൻഡ് ചെയ്തത് കൈക്കൂലി വാങ്ങിയിട്ടാണോ അതോ പെണ്ണ് കേസിലാണോ? നീ ആരാടാ? നീ എവിടെന്നാ സംസാരിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കടാ. ചൂടാവണ്ട സാറേ. സാറിന്റെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചാ അത്രയും നല്ലത്. നീ എവിടെ ഉണ്ടെന്ന് പറയടാ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സാറിന്റെ അടുത്ത്. എവിടെ? ഈ ബാറിലാ? ഈ ബാറിലാണോ? തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ടുപിടിക്കും. ആ അതെങ്ങനെയാ? ഒരു പ്രതിയെ പോലും നേരാവണ്ണം പിടിക്കാൻ പറ്റാത്ത താൻ എങ്ങനെയാ എന്നെ കണ്ടുപിടിക്കുന്നത്? വച്ചിട്ട് പോടാ നീ. അവന കാരണം എന്തുമാത്രം അപമാനം എനിക്ക് സഹിക്കേണ്ടി വന്നെന്നറിയാമോ? നാളെ നിന്റെ നാവ് കൊണ്ട് തന്നെ ധ്രുവനെ കുഴിച്ചിട്ടത് എവിടെയാണെന്ന് നീ പറയുന്നത് ലോകം മുഴുവൻ അറിയും. ഇതോടെ നിന്റെ ജീവിതത്തിലൊരു തീരുമാനമാവുകയും ചെയ്യും. അതെ ചേട്ടാ. എന്താ? പിന്നെ അവിടെ എസ് ഐ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ വിളിച്ചവനെ ഇവിടെ നിൽപ്പുണ്ടെന്ന് ഒന്ന് പറയാമോ? ശരിയാവില്ല. വാ വാ. അതെ പ്ലീസ്. എന്താ? ഒരു ഉപകാരം ചെയ്യാമോ? കൈ എടുക്കും. ഒന്ന് പറയുന്നേക്ക്. ഇത് വെച്ചോ ചേട്ടാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. വേറൊന്നും ഉണ്ടല്ലോ. ഏതെ ആ ഇരിക്കുന്ന ആള് ഒന്ന് പറയൂ. സാർ, സാറിന് ഇപ്പൊ ഫോൺ വിളിച്ച ആള് അവിടെ നിപ്പുണ്ട്. എവിടെ? ഇതാ അവിടെ നിപ്പുണ്ട്. നിന്നെ ഞാനിന്ന് കാണിച്ചു തരാടാ. ആരാടാ എന്നെ ഇവിടെ ഫോൺ ചെയ്ത്? ഇങ്ങോട്ട് നീ ആരാടാ എന്നെ ഫോൺ ചെയ്ത്? ഞാൻ എന്തിനാ ഫോൺ ചെയ്യുന്നേ? നിന്റെ ഫോൺ ഇങ്ങോട്ടോ. നിങ്ങളോടോ നീനാണോ എന്നെ ഫോൺ ചെയ്ത്? ഓരോരുത്തമാര് അതിനെക്കെടുത്തിക്കാൻ ഇറങ്ങും. ഫോൺ ചെയ്തേ പരിഹാസം അടിക്കുന്നോടാ. എന്നെ അറിഞ്ഞൂടെ നടക്കുന്നു. ആ ഞാൻ എസ് ഐ ആടാ. എസ് ഐ പരിഹാസോ നിനക്കൊക്കെ കാണിച്ചു തരാളോ ഞാൻ. എന്താ ഗൂഗിൾ തമാശ കളിക്കുകയാണോ? അയ്യോ സാർ, വീഡിയോ ഞാൻ എടുത്താണ് സാർ. പക്ഷെ അത് സേവ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താടോ ഇത്രയും ദൂരം ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ സേവ് ആയില്ലെന്നോ? സർ, ഈ എസ് ഐ സാർ മനഃപൂർവ്വം ഭാവനയും ഭാനുവിനെയും ഉപദ്രവിക്കുന്നത് ഇതിപ്പോ പലതവണയായി. അല്ലേ സാർ, ഞാൻ ഒരിക്കലും അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല സാർ. ഇതെന്തോ അബദ്ധം പറ്റിയാണ് സാർ. അബദ്ധം പറ്റിയെന്നോ? തനിക്കെന്താ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചുകൂടായിരുന്നോ? അതോ ഇവരെ കൊണ്ട് സത്യം പറയിക്കാൻ വേണ്ടി താനുണ്ടാക്കിയ നാടകമായിരുന്നു അത്? അല്ല സാർ, ഞാൻ സത്യമായിട്ടും വീഡിയോ എടുത്തതാണ് സാർ. എങ്കിൽ പിന്നെ കാണിക്കണം സർ.
അങ്ങനൊരു കൂടിക്കാഴ്ച ഞാനും ഭാവനയും തമ്മിൽ നടത്തിയിട്ടുണ്ടെങ്കിലല്ലേ സാറിന് വീഡിയോ എടുക്കാൻ പറ്റൂ.